മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിലൊന്നായ പരശുരാമനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. മഹാവിഷ്ണുവിൻ്റെ ഉഗ്ര തേജസ്സുള്ള ഒരു മനുഷ്യ ജന്മമാണ് പരശുരാമൻ. അദ്ദേഹം ഈ അവതാരം എടുക്കാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന് ഒരു ശാപത്തിൻ്റെ കഥയാണ്, മറ്റൊന്ന് ഒരു കുടിപ്പകയുടെ കഥയാണ്. ഒരിക്കൽ അഗ്നിദേവൻ കാർത്തവീരാർജുനന്റെ അടുത്ത് ചെന്ന് ആഹാരം യാചിച്ചു. എവിടെ നിന്നെങ്കിലും ഇഷ്ടമുള്ള അത്രയും ആഹാരം എടുത്തുകൊള്ളാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. അതനുസരിച്ച് അഗ്നി കാടുകളും മലകളും ഭക്ഷിച്ചു തുടങ്ങി. ആ വനത്തിൽ ആപവൻ എന്നൊരു മുനി തപസ്സു ചെയ്തുകൊണ്ടിരുന്നു. അഗ്നിയാൽ ആ മഹാത്മാവിൻ്റെ ആശ്രമം കത്തിപ്പോയി. കുപിതരായ മുനി ഇതിന് കാരണക്കാരനായ കാർത്തവീരാർജുനനെ ശപിച്ചു. ക്ഷത്രിയന്റെ അഹങ്കാരം അതിര് കടന്നിരിക്കുകയാണ്. ബ്രാഹ്മണ വംശത്തിൽ മഹാവിഷ്ണു പരശുരാമനായി അവതരിച്ച് ക്ഷത്രിയരുടെ അഹങ്കാരം നശിപ്പിക്കട്ടെ. ഇതനുസരിച്ച് മഹാവിഷ്ണു ഭാർഗവ വംശത്തിൽ പരശുരാമനായി അവതരിച്ചു. ജമദഗ്നി മഹർഷിക്ക് രേണുക എന്ന ഭാര്യയിൽ ജനിച്ച മകനാണ് പരശുരാമൻ. പരശുരാമനെ കൂടാതെ അവർക്ക് വേറെയും 4 പുത്രന്മാർ ഉണ്ടായിരുന്നു. ബാല്യത്തിൽ മാതാപിതാക്കളോടൊത്ത് നർമ്മദാ തീരത്തുള്ള ആശ്രമത്തിൽ കഴിഞ്ഞുകൂടി. ഈ ഘട്ടത്തിലാണ് അച്ഛൻ്റെ നിർദ്ദേശമനുസരിച്ച് അമ്മയായ രേണുകയെ വധിച്ചത്. ധനുർവിദ്യ അഭ്യസിക്കാനായി ഹിമാലയത്തിൽ ചെന്ന് അനേക വർഷം ശിവനെ തപസ് ചെയ്തു. സന്തുഷ്ടനായ ശിവൻ പല പ്രാവശ്യം പരശുരാമന്റെ ഗുണങ്ങൾ പാർവതിയെ പറഞ്ഞു കേൾപ്പിച്ചു. അസുരന്മാർ ശക്തി സംഭരിച്ച് ദേവന്മാരോട് യുദ്ധം ചെയ്യുന്ന കാലഘട്ടമായിരുന്നു അത്. ശിവൻ പരശുരാമനെ വിളിച്ച് അസുരന്മാരെ കൊല്ലാൻ ആവശ്യപ്പെട്ടു. ആയുധമില്ലാതെ എങ്ങനെയാണ് യുദ്ധക്കളത്തിലേക്ക് പോകുക എന്ന് പരശുരാമൻ ശിവനോട് ചോദിച്ചു. എൻ്റെ സമ്മതത്തോടെ നീ പോവുക, നീ ശത്രുക്കളെ വധിക്കുമെന്ന് ശിവൻ പറഞ്ഞു. ഇത് കേട്ട് പരശുരാമൻ ശിവനെ തൊഴുത് യുദ്ധക്കളത്തിലേക്ക് പോയി. സകല അസുരന്മാരെയും പരാജയപ്പെടുത്തിയിട്ട് തിരികെ വന്നു. ശിവൻ പരശുരാമന് ദിവ്യാസ്ത്രങ്ങളും വരങ്ങളും നൽകി. ഈ ഘട്ടം വരെ പരശുരാമൻ്റെ പേര് രാമൻ എന്നായിരുന്നു. ആയുധങ്ങളുടെ കൂട്ടത്തിൽ ശിവൻ ഒരു പരശു കൊടുത്തു. അന്നു മുതലാണ് രാമന് പരശുരാമൻ എന്ന പേര് ഉണ്ടായത്. ദ്രോണരും കർണനും പരശുരാമന്റെ ശിഷ്യന്മാരായിരുന്നു. കർണൻ ഒരു ബ്രാഹ്മണ ബാലൻ എന്ന വ്യാജേന പരശുരാമന്റെ ശിഷ്യത്വം സ്വീകരിച്ച് ധനുർവേദം അഭ്യസിച്ചു. എന്നാൽ കർണൻ ഒരു ബ്രാഹ്മണനല്ലെന്നറിഞ്ഞ് ഗുരു കർണനെ ശപിച്ചു. ഗുരുവിനെ വഞ്ചിച്ചതിനാൽ പഠിച്ച ബ്രഹ്മാസ്ത്രവിദ്യ ആവശ്യമുള്ളപ്പോൾ തോന്നാതിരിക്കട്ടെ എന്നായിരുന്നു ശാപം. പരശുരാമന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ക്ഷത്രിയരെ നശിപ്പിക്കുക എന്നതായിരുന്നു. അദ്ദേഹം 18 പ്രാവശ്യം ഭൂപ്രദക്ഷിണം ചെയ്ത് ക്ഷത്രിയരെയെല്ലാം നശിപ്പിച്ചു എന്നാണ് പുരാണങ്ങളിൽ കാണുന്നത്. എന്നാൽ മഹാഭാരതം അശ്വമേധ പർവത്തിൽ പരശുരാമൻ 21 പ്രാവശ്യം ക്ഷത്രിയരുമായി യുദ്ധം ചെയ്തു എന്ന് പ്രസ്താവിച്ചു കാണുന്നു. 18 പ്രധാന യുദ്ധങ്ങളും 3 അപ്രധാന യുദ്ധങ്ങളും ചെയ്യേണ്ടി വന്നു എന്നും വരാം. പരശുരാമന് ക്ഷത്രിയ വൈരാഗ്യം വരാൻ കാരണമായി ഒരു കുടിപ്പകയുടെ കഥ കൂടിയുണ്ട്. അന്നത്തെ പ്രധാന ക്ഷത്രിയ വംശം ഹേഹയ രാജാക്കന്മാരുടെ വംശമായിരുന്നു. ബ്രാഹ്മണനായ ഭൃഗു മഹർഷിയുടെ വംശജനാണ് പരശുരാമൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഭാർഗവൻ എന്ന് വിളിക്കുന്നത്. ഭാർഗവന്മാർ പരമ്പരയാ ഹേഹയന്മാരുടെ ഗുരുക്കന്മാരായിരുന്നു. ഗുരുക്കന്മാർ എന്ന നിലയിൽ കൊട്ടാരത്തിൽ പറ്റിക്കൂടിക്കൊണ്ട് അവർ ക്ഷത്രിയരുടെ ധനമെല്ലാം ക്ഷയിപ്പിച്ചു. കാലക്രമേണ ഹേഹയന്മാരുടെ ധനമെല്ലാം ഭാർഗവന്മാരുടെ പക്കലായി. പരശുരാമന്റെ പിതാമഹനായ ഋചീകന്റെ കാലത്താണ് ഹേഹയരുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായത്. രാജ്യഭരണം മുമ്പോട്ട് നടത്തിക്കൊണ്ടു പോകാൻ നിർവാഹമില്ലെന്ന് കണ്ട് ഹേഹയ രാജാക്കന്മാർ ഋചീകാദികളുടെ അടുക്കൽ ചെന്ന് ധനം കടമായി ആവശ്യപ്പെട്ടു. പക്ഷേ അവർ ധനമെല്ലാം പുരത്തറയിൽ കുഴിച്ചിട്ട ശേഷം പണമില്ലെന്ന് പറഞ്ഞു. കുപിതനായ ക്ഷത്രിയൻ ബ്രാഹ്മണരെ വേട്ടയാടി. അനേകർ കൊല്ലപ്പെട്ടു. ശേഷിച്ചവർ ഹിമാലയ പ്രാന്തത്തിൽ ഓടിയൊളിച്ചു. ഋചീകന്റെ ഗർഭിണിയായ പത്നി തൻ്റെ ഗർഭസ്ഥ ശിശുവിനെ പുറത്തു വരുത്താതെ 12 വർഷം ഉദരത്തിൽ കാത്തു. അതിനുശേഷം ഒരിക്കൽ ഊയുഭേദിച്ച് പുറത്തു വന്ന ശിശു തേജസ്സടങ്ങാത്ത ഒരു അഗ്നിശലാക പോലെ ശോഭിച്ചു. ശിശുവിന് ഊർവൻ എന്ന് പേരിട്ടു. ആ ശിശു എഴുന്നേറ്റ് നിന്ന് ആക്രോശിച്ചു, ദുഷ്ടന്മാരായ ക്ഷത്രിയരെ, നിങ്ങളെ ഒന്നടങ്കം ഞാൻ നശിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കൊല്ലാനുയർത്തിയ വാളിൻ്റെ ചണ ശബ്ദം ഞാൻ അമ്മയുടെ ഗർഭത്തിൽ കിടന്നുകൊണ്ട് എൻ്റെ കാതുകളിൽ കേട്ടു. ഇനിയും അരനിമിഷം ക്ഷമിക്കാൻ പറ്റില്ല. ഊർവന്റെ മുഖത്ത് നിന്നും പാഞ്ഞിറങ്ങിയ തീക്കട്ട കൊണ്ട് ദേവലോകം ദഹിച്ചു. ക്ഷത്രിയർ ഒന്നടങ്കം വന്ന് സാഷ്ടാംഗം പ്രണമിച്ചു. ദേവകൾ സന്നിഹിതരായി കോപമടക്കാൻ അപേക്ഷിച്ചു.
ഊർവന്റെ മുഖത്തെ അഗ്നികണങ്ങൾ ദേവകൾ തൂത്തിറക്കി സമുദ്രത്തിൽ നിക്ഷേപിച്ചു. അതാണ് സമുദ്രത്തിൽ നിന്നും ജനിച്ച ബഡവാഗ്നി അഥവാ ഔർവൻ. ഇതോടെ ഹേഹയന്മാരും ഭാർഗവരും തമ്മിൽ താൽക്കാലികമായി ഒരു ഒത്തുതീർപ്പായെങ്കിലും അവരിൽ പക ബാക്കി ശേഷിച്ചിരുന്നു. ഊർവനിൽ നിന്നും ജമദഗ്നിയും ജമദഗ്നിയിൽ നിന്ന് പരശുരാമനും ജനിച്ചു. ആപവൻ എന്ന മുനിയുടെ ശാപം കൂടിയായപ്പോൾ ആ പക കൂടുതൽ ആളിക്കത്താൻ തുടങ്ങി. അങ്ങനെയിരിക്കെ കാർത്തവീരാർജുനൻ വനത്തിൽ വേട്ടയാടി നടന്ന ശേഷം അനുചരന്മാരുമായി ജമദഗ്നിയുടെ ആശ്രമത്തിൽ ചെന്നു. മുനി അവരെ പൂജിച്ചിരുത്തി കാമധേനുവിന്റെ സഹായത്താൽ വിഭവസമൃദ്ധമായ സദ്യ നൽകി. സദ്യ കഴിച്ചവർ യാത്ര തുടർന്നപ്പോൾ കാർത്തവീരന്റെ മന്ത്രിയായ ചന്ദ്രഗുപ്തൻ കാമധേനുവിന്റെ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തി ചന്ദ്രഗുപ്തനെ ആശ്രമത്തിലേക്ക് തിരിച്ചയച്ചു. കാമധേനുവിനെ വേണമെന്ന രാജാവിന്റെ മോഹത്തെ അറിയിച്ചു. മുനി പശുവിനെ കൊടുക്കാൻ വിസമ്മതിച്ചു. മന്ത്രിയും അനുചരന്മാരും കൂടി പശുവിനെ ബലാത്കാരമായി പിടിച്ചുകൊണ്ടുപോയി. മുനി അവരുടെ പിന്നാലെ പോയി. വഴിക്ക് വെച്ച് ചന്ദ്രഗുപ്തൻ ജമദഗ്നിയെ അടിച്ചു കൊന്നു. കാമധേനുവിനെയും കൊണ്ട് അവർ കൊട്ടാരത്തിലേക്ക് പോയി. മുനിപത്നിയായ രേണുക ഭർത്താവിനെ അന്വേഷിച്ചു പോയി. വഴിയിൽ മുനിയുടെ ശവശരീരം കണ്ടു. അവർ 21 പ്രാവശ്യം നെഞ്ചത്തടിച്ച് കരഞ്ഞു. ഉടനെ പരശുരാമനും അവിടെ എത്തി. അമ്മ 21 പ്രാവശ്യം നെഞ്ചത്തടിച്ചതിനാൽ 21 പ്രാവശ്യം ഭൂപ്രദക്ഷിണം ചെയ്ത് സകല ക്ഷത്രിയരെയും കൊന്നൊടുക്കുന്നതാണെന്ന് ശപഥം ചെയ്തു. അതിനുശേഷം മുനിയുടെ ശരീരം ചിതയിൽ വെച്ചു. വിഷ്ണുഗീതം പാടിക്കൊണ്ടിരുന്നപ്പോൾ ശുക്രമുനി പ്രത്യക്ഷപ്പെട്ട് മൃതസഞ്ജീവനി വിദ്യയാൽ യമദഗ്നിയെ ജീവിപ്പിച്ചു. ഉടനെ കാമധേനു കിടാവിനെ കൂടാതെ ആ സ്ഥലത്ത് വന്നു. കിടാവിനെ കൂടി കൊണ്ടുവരുമെന്ന് പരശുരാമൻ ശപഥം ചെയ്തു. അദ്ദേഹം ശിഷ്യനെയും കൂട്ടി കാർത്തവീരാർജുനന്റെ തലസ്ഥാനമായ മഹിഷ്മതിയിലേക്ക് പോയി. അവിടെ ചെന്ന് ഭയങ്കരമായ യുദ്ധം നടത്തി. കാർത്തവീരാർജുനെയും അനേകം പുത്രന്മാരെയും കൊന്നൊടുക്കി. കിടാവിനെയും കൊണ്ട് തിരിച്ചു പോന്നു. ഈ കൊലപാതകത്തിന്റെ പരിഹാരത്തിനായി അച്ഛന്റെ നിർദ്ദേശപ്രകാരം മഹേന്ദ്രഗിരിയിൽ പോയി തപസ്സനുഷ്ഠിച്ചു. ഈ തക്കം നോക്കി കാർത്തവീരാർജുനന്റെ പുത്രനായ ശൂരസേനനും അനുയായികളും കൂടി ജമദഗ്നിയുടെ ആശ്രമത്തിൽ വീഴുകയും ജമദഗ്നിയുടെ തല വെട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. വിവരമറിഞ്ഞ് പരശുരാമൻ സ്ഥലത്ത് വന്ന് അച്ഛന്റെ ശവശരീരം ദഹിപ്പിച്ചു. ആ ചിതയിൽ ചാടി രേണുകയും മരിച്ചു. ഈ ഘട്ടം മുതലാണ് പരശുരാമൻ ക്ഷത്രിയ സംഹാരത്തിന് വേണ്ടി ലോകം ചുറ്റുന്നത്. ചോളന്മാർ, ചേരന്മാർ, പൗണ്ഡ്രകന്മാർ ഇവരെയെല്ലാം കൊന്നൊടുക്കി. അനന്തരകാലങ്ങളിൽ പോലും ക്ഷത്രിയർ ജനിക്കാതിരിക്കാൻ സ്ത്രീകളുടെ ഉള്ളിലുണ്ടായിരുന്ന ബീജങ്ങളെ പോലും രാമൻ അറുത്തു കളഞ്ഞു. ഒടുവിൽ ഋചീകൻ തുടങ്ങിയ ഭാർഗവ നേതാക്കന്മാർ ആകാശത്തിൽ നിന്നും വന്ന് രാമനോട് നിർത്താൻ ആവശ്യപ്പെട്ടു. അപ്പോഴേക്കും 21 പ്രാവശ്യം ക്ഷത്രിയ സംഹാരം നടത്തി കഴിഞ്ഞിരുന്നു. താൻ കൊന്നൊടുക്കിയ ക്ഷത്രിയരുടെ എല്ലാം രക്തം സ്യമന്തപഞ്ചകത്തിലുള്ള 5 കയങ്ങളിലാക്കി തീർത്തു. ആ രക്തക്കയങ്ങളിൽ അദ്ദേഹം പിതൃക്കൾക്ക് നിണമർപ്പിച്ചു. ഋചീകൻ തുടങ്ങിയ പൂർവ്വപിതാക്കൾ അവിടെ പ്രത്യക്ഷപ്പെട്ട് എന്തു വരം വേണമെന്ന് ചോദിക്കാൻ ആവശ്യപ്പെട്ടു. ക്ഷത്രിയരെ കൊന്നൊടുക്കിയ എൻ്റെ പാപം പരിഹരിക്കുകയും ഈ 5 കയങ്ങൾ തീർത്ഥങ്ങളായി ഭവിക്കുകയും ചെയ്യണമെന്നാണ് രാമൻ ആവശ്യപ്പെട്ടത്. അങ്ങനെ സ്യമന്തപഞ്ചകം പുണ്യഭൂമിയായി തീർന്നു. ക്ഷത്രിയ വധത്തിൻ്റെ പ്രായശ്ചിത്തമായി തൻ്റെ സമ്പാദ്യങ്ങളെല്ലാം ബ്രാഹ്മണർക്ക് ദാനം ചെയ്യാൻ തീരുമാനിച്ചു. ബ്രാഹ്മണരെയെല്ലാം സ്യമന്തപഞ്ചകത്തിൽ വിളിച്ചു വരുത്തി ഒരു മഹായാഗം നടത്തി. യാഗത്തിൻ്റെ പ്രധാന ഋത്വിക്ക് കാശ്യപ മഹർഷിയായിരുന്നു. പരശുരാമൻ അന്ന് വരെ പിടിച്ചടക്കിയ ഭൂമി മുഴുവൻ കാശ്യപന് ദാനം ചെയ്തു. ഭൂമിയെല്ലാം ലഭിച്ചു കഴിഞ്ഞപ്പോൾ കശ്യപ മഹർഷി രാമനെ വിളിച്ച് ഇനി ഇവിടെ നിൽക്കരുതെന്നും തെക്കേ സമുദ്രത്തിൻ്റെ തീരത്ത് എവിടെയെങ്കിലും താമസിച്ചു കൊള്ളുക എന്നറിയിച്ചു. രാമൻ തെക്കേ സമുദ്രത്തിൻ്റെ തീരത്ത് വന്ന് സമുദ്രത്തോട് സ്ഥലം യാചിച്ചു. സമുദ്രത്തിലേക്ക് ശൂർപ്പമെറിയാൻ വരുണൻ നിർദ്ദേശിച്ചു. അതനുസരിച്ച് രാമൻ ശൂർപ്പമെറിഞ്ഞു. അത്രയും ഭാഗം കടലിറങ്ങി കര കാണപ്പെട്ടു. ആ സ്ഥലമാണ് ശൂർപ്പാരകം അഥവാ കേരളം. ഇതും ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത ശേഷം പരശുരാമൻ മഹേന്ദ്രഗിരിയിൽ ചെന്ന് തപസ് ആരംഭിച്ചു. ശ്രീരാമാവതാരകാലത്തും ശ്രീകൃഷ്ണാവതാരകാലത്തും പരശുരാമൻ്റെ സാന്നിധ്യം പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. ചിരഞ്ജീവി കൂടിയാണ് പരശുരാമൻ. നന്ദി, നമസ്കാരം.